ഫോണറ്റിക്സ് നമ്മൾ എവിടെ എടുത്തു ആർക്കും ഓർമ്മയുണ്ടോ? ഫോണറ്റിക്സ് നമ്മൾ കുറേ മുന്നേ ഡിസ്കസ് ചെയ്തൊരു പോർഷനല്ലേ, അപ്പോൾ ഏത് വരെ എടുത്തു എന്നുള്ള ആർക്കും ഓർമ്മയുണ്ടോ? മെക്കാനിക്സ് കഴിഞ്ഞു. ഇത് എടുത്തില്ലേ? റൂഫ് ഓഫ് ദി മൗത്ത്, ഓറൽ സൗണ്ട്, നേസൽ സൗണ്ട്, നേസലൈസ്ഡ് സൗണ്ട് ഒക്കെ എടുത്തില്ലേ? ടങ്ങിൻ്റെ പാർട്സൊക്കെ എടുത്തോ? ടിപ്പ്, ബ്ലേഡ്, ഫ്രണ്ട്, ബാക്ക്, റിം, ഇതൊക്കെ എടുത്തല്ലേ നമ്മൾ? ഇതൊക്കെ എടുത്തു എൻ്റെ ഓർമ്മ അല്ലേ? ലിപ്പ്, ലോവർ ലിപ്പ്, അപ്പർ ലിപ്പ്, ടീത്ത് റിഡ്ജ്, അൽവിയോളം ഇതൊക്കെ എടുത്തല്ലേ? ആണോ അല്ലേ? ആണ് പറയില്ലേ? ഇല്ല പറയും ഇല്ല, ഒന്നും കൊടുക്കാനാണ്. ഇതൊക്കെ എടുത്തതിനാവും, എടുക്കാണ്ട് വെക്കൂല. പൊസിഷൻ ഓഫ് ലിപ്സ് എടുത്തോ? റൗണ്ട് ആൻഡ് റൗണ്ട് ഒക്കെ എടുത്തല്ലേ? സ്പ്ലിറ്റ് ലിപ്സ്, ക്ലോസ് ലിപ്പ് റൗണ്ടിങ്, ഓപ്പൺ ലിപ്പ് റൗണ്ടിങ്, ഫ്രണ്ട്, സെൻട്രല്, പാലറ്റ് ഒക്കെ എടുത്തല്ലേ? ഷോർട്ട് വോവൽസ് ഇ ഈ ഒക്കെ എടുത്തല്ലേ? ഇതൊക്കെ എടുത്തോ? അതും എടുത്തിട്ടില്ലല്ലോ. ഓക്കെ ഓക്കെ, അപ്പം എടുക്കാനുള്ളത് വോവൽസ്. ഈ സാധനം പോത്ത് ഇപ്പോൾ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഹലോ, പറഞ്ഞത് ക്ലിയർ ഉണ്ടോ? ഹലോ, പോയോ? നിങ്ങൾക്ക് ഞാൻ പറയണ ഓഡിബിൾ ആണോ? ആരും ഒന്ന് പറയും മക്കളെ. ഞാൻ ആ സാധനം ഇത് ചെയ്തു. ഓക്കെ ഓക്കെ ഓക്കെ. നെക്സ്റ്റ് ആണ് വോവൽസ്. അപ്പോൾ നമ്മൾ കോൺസണൻസ് ജസ്റ്റ് നോക്കി. കോൺസണൻസിന് 3 ടൈം ലേബിൾ നോക്കിയോ? 3 ടൈം ലേബിൾ ഉണ്ടാവില്ല, എത്ര ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ വാട്ട് ആർ ദ വോവൽസ്? വോവൽസ് ആർ വോയിസ്ഡ് സൗണ്ട് ആണ് ഫസ്റ്റ് ടോപ്പ് പോയിൻ്റ് ഓർത്ത് വെക്കണേ. Vowels are voiced sounds during the production of which the air escapes through the mouth freely and continuously, unaccompanied by an audible friction noise. എന്താണ് നമ്മൾ വോവൽസ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്തുള്ള വെച്ചെന്താ ഒരു ഫ്രിക്ഷനോ ഒന്നുമില്ലാണ്ട് എന്ത് ചെയ്യും? നമ്മുടെ സൗണ്ട് നമ്മുടെ വായിൽ കൂടെ പ്രൊഡ്യൂസ് ചെയ്ത് പോകും. യു ഡോണ്ട് നീഡ് ടു വാട്ട് ഫ്രിക്ഷൻ ഓർ വൈബ്രേറ്റ് അവർ വോക്കൽ കോഡ്സ് ടു പ്രൊഡ്യൂസ് എ വോവൽ സൗണ്ട്. വോവൽസ് ആർ 20 നമ്പേഴ്സ്. അതാണ് ഫസ്റ്റ് പോയിന്റ്, മറന്നു പോയത് കേട്ടോ. വോവൽസ് ആർ 20 നമ്പേഴ്സ്, 12 പ്യുവർ വോവൽസ് ആൻഡ് 8 ഡിഫ്തോങ്സ്. ഇത്ര 12 പ്യുവർ വോവൽസ്, 12 പ്യുവർ വോവൽസാണ് നമ്മൾ മലയാളത്തിൽ ഇംഗ്ലീഷിലുള്ളത്. ആൻഡ് ഓൾസോ ഇംഗ്ലീഷ് ലാംഗ്വേജിലുള്ളത്. ആൻഡ് 8 ഡിഫ്തോങ്സ്, 8 ഡിഫ്തോങ്സുകളുണ്ട്. അങ്ങനെയാണ് 12 + 8 എന്ന് പറഞ്ഞ ആ ഒരു നമ്പർ വിളിക്കുന്ന പേര് നമ്മൾ. ദർ ആർ 20 വോവൽ സൗണ്ട്സ് ഇൻ ഇംഗ്ലീഷ്. എത്ര വോവൽ സൗണ്ട്സ് ഉണ്ട്? There are 20 vowel sounds in English language. 7 short vowels and 5 long vowels. അതും ഇമ്പോർട്ടൻ്റ് ആണ്. 7 ലോങ് വവൽസും ഉണ്ട്, 7 ഷോർട്ട് വവൽസും ഉണ്ട്, 5 ലോങ് വവൽസും ഉണ്ട്. നമ്മൾ അധികം സൗണ്ട് എടുക്കാൻ വയ്യ കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ പതുക്കെ ഒരു മീഡിയം ലെവൽ ക്ലാസ്സിട്ട് പോകുന്നത്. നല്ല കഫുണ്ട്. അപ്പോൾ 7 ഷോർട്ട് വവൽസ്, 5 ലോങ് വവൽസ് ആണത്. താഴെ കൊടുത്തിട്ടുണ്ട് 7 ഷോർട്ട് വവൽസും 5 ലോങ് വവൽസും. ഡിഫ്തോങ്സ് താഴെ കൊടുത്തിട്ടുണ്ട്. ഡിഫ്തോങ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഡിഫ്തോങ്സ് നമ്മൾ പഠിച്ചതുകൊണ്ട് ഓർമ്മ. വാട്ട് ഡിഫ്തോങ്സ്? ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് one vowel and it ends with another vowel. That's the meaning of what? Diphthong. അല്ലേ? ഡിഫ്തോങ്സ് കൊടുത്തിട്ടുണ്ട്. എയ്, ഒയ്, ഐ,
then O. The next one, O. Next one, E. Last one, okay, care. Then there, bear. Okay, ഇതിൽ ഫസ്റ്റ് സ്റ്റാർട്ടിങ് വോവൽ ഏതാണ്? എൻഡിങ് വോവൽ ഓക്കെ. നമ്മളുണ്ടാക്കിയ എന്തായാലും ആ ലെവൽ എത്തൂല, പക്ഷെ എന്നാലും നിങ്ങൾ പറ്റാവുന്നിടത്തോളമൊക്കെ ഒന്ന് ശ്രമിച്ചു നോക്കാം. എന്താണിത്? ഓരോരോ വണ്ടി പോലെ. ഓക്കെ ഓക്കെ. അപ്പോൾ അങ്ങനെയാണ് വവൽ സൗണ്ടിൻ്റെ ആ ഒരു ഇത്. Then vowels articulated with the structure of open approximation. What's open approximation എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്? കോൺസണൻസ് ആർ ക്ലോസ്ഡ് അപ്രോക്സിമേഷൻ അല്ലേ. നമ്മൾ കോൺസണൻസ് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ വോക്കൽ ഫോൾഡ് അല്ലെങ്കിൽ വോക്കൽ കോഡ്സ് അല്ലെങ്കിൽ ഗ്ലോട്ടിസ് എന്തായിരിക്കും? സഡൻ റിലീസ് ആൻഡ് സഡൻ ഓപ്പൺ അല്ലേ. പെട്ടെന്ന് അടയും പെട്ടെന്ന് തുറക്കും, അത് വൈബ്രേഷൻ ഉണ്ടാവും. ബട്ട് ഇൻ ദ വോവൽ സൗണ്ട് ഇറ്റ് ഈസ് ഓപ്പൺ അപ്രോക്സിമേഷൻ. വാട്ട്സ് ഓപ്പൺ അപ്രോക്സിമേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു തടസ്സങ്ങളില്ലാതെ ഫ്രീ ആയിട്ട് നമുക്ക് മൂവ് ചെയ്ത് പോകാൻ പറ്റും, നമ്മുടെ എയറിന് മൂവ് ചെയ്ത് പോകാൻ പറ്റും. ടങ് ഈസ് ദ ആക്റ്റീവ് ആർട്ടിക്കുലേറ്റർ വൈൽ പ്രൊഡ്യൂസിങ് വോവൽ സൗണ്ട്. അതും ഇമ്പോർട്ടൻ്റ്, ഓർത്ത് വെക്കണം. ടങ് ആണ് എന്ത്? ആക്റ്റീവ് ആർട്ടിക്കുലേറ്റർ വൈൽ പ്രൊഡ്യൂസിങ് വോവൽ സൗണ്ട്. ഡാനിയൽ ജോൺസ് യൂസ്ഡ് ഡയാക്രിറ്റിക് ടു ഡിസ്റ്റിംഗ്വിഷ് ദ ലോങ് ഫോം. അടുത്തൊരു പോയിൻ്റ് ആണ് ഡാനിയൽ ജോൺസ്. ഹൂ ഇസ് ഡാനിയൽ ജോൺസ്? ഇസ് എ ലിംഗ്വിസ്റ്റ് ആൻഡ് ഹി യൂസ്ഡ് ഡയാക്രിറ്റിക്. അപ്പോൾ ഡയാക്രിറ്റിക് എന്താ? നമ്മൾ വോവൽ സൗണ്ടിൽ ഈ ആ ഉ അങ്ങനെ ഉണ്ടാക്കൂലേ, അതായത് നമ്മൾ ലോങ് ഫോം ഉണ്ടാക്കുമല്ലോ ഓരോ വോവലിൻ്റെയും. ആ ലോങ് ഫോം ഉണ്ടാക്കുന്നതിന് ഡയാക്രിറ്റിക്സ് എന്ന് പറഞ്ഞാൽ രണ്ട് കുത്ത്. നമ്മൾ ഫോണിറ്റിക്സ് പഠിച്ചാൽ പോകല്ലേ, അതും ഫോണിറ്റിക്സിനും പഠിക്കാത്തതിൽ ഇതിൽ നമ്മൾ ആ എന്ന് പറയുന്ന സൗണ്ട് എങ്ങനെ ഉണ്ടാക്കും? നമ്മൾ ഒരു ആ എന്ന് സിമ്പിൾ ഇട്ടിട്ട് തൊട്ടപ്പുറത്ത് എന്തിടും? രണ്ട് കുത്തിടൂലേ? ആർക്ക് ഓർമ്മ ഉണ്ടാവും? ആരും കുത്തിട്ടിട്ട് എത്രയും കാലമായിട്ട് ആ രണ്ട് കുത്തിട്ടിട്ട് നീട്ടുന്നതിന് വിളിക്കുന്ന പേരെന്ത്? ഡയാക്രിറ്റിക് കേട്ടോ, മറന്നു പോകണ്ട. ഡാനിയൽ ജോൺസ് യൂസസ് ദ ഡയാക്രിറ്റിക് ടു ഡിസ്റ്റിംഗ്വിഷ് ദ ലോങ് ഫോം ആൻഡ് ഷോർട്ട് ഫോം. ആ രണ്ട് കുത്തിട്ട ലോങ് ഫോമാണ്, രണ്ട് കുത്തിട്ടാതിരുന്നു കഴിഞ്ഞാൽ ഷോർട്ട് ഫോമാണ്. A.C. Gimson considered the long vowels and short vowels as separate phonemes. A.C. Gimson എന്ന് പറയുന്നത് വേറെ ലിംഗ്വിസ്റ്റ് എന്ത് ചെയ്ത് രണ്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫൊണീംസ് ഉണ്ടാക്കിയത്. ഇയാളെന്ത് ചെയ്തു? ഇയാൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഓരോ ഫൊണീമിൻ്റെയും തൊട്ടപ്പുറത്ത് രണ്ട് കുത്തിട്ട് അതിൻ്റെ ലോങ് വോവലായി അല്ലെങ്കിൽ ഷോർട്ട് വോവലായി അങ്ങനെ ഉണ്ടാക്കി. പക്ഷേ A.C. Gimson എന്ത് ചെയ്തു? രണ്ട് ലോങ് വോവലിനും ഷോർട്ട് വോവലിനും സെപ്പറേറ്റ് ഫൊണീമാണ് ഉണ്ടാക്കിയത്. ആരെ? A.C. Gimson എന്ന് പറയുന്ന ആ ഒരു ലിംഗ്വിസ്റ്റ് ഉണ്ടാക്കിയത്. Used to separate symbols to indicate them. Then vowel limit and what's vowel limit? The highest level to which the tongue can be raised without friction. Friction ഇല്ലാതെ ഏറ്റവും ലെവൽ, അതായത് ടങ്ങിന് ഏറ്റവും മുകളിൽ, അതായത് നമ്മുടെ ഹാർഡ് പാലറ്റിലും സോഫ്റ്റ് പാലറ്റിലും കൂടെ എത്തിക്കാൻ പറ്റുന്ന ആ ഒരു ലെവലിൽ വിളിക്കുന്ന പേരെന്ത്? വോവൽ ലിമിറ്റ്. വോവൽ ഏരിയ ആണെങ്കിലോ ഏരിയ ഇൻ വിച്ച് ദ വോവൽ സൗണ്ട്സ് ആർ ആർട്ടിക്കുലേറ്റഡ്. അതായത് ആ മൗത്തിലുള്ള ഒരു ഏരിയ ഉണ്ടല്ലോ, ആ ഒരു ഏരിയ എന്ത് വോവൽ ഏരിയ എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് വൺ, ക്ലാസിഫിക്കേഷൻ ഓഫ് വോവൽസ്. ഇതാണ് ഇമ്പോർട്ടൻ്റ്, ഇത് എല്ലാ പ്രാവശ്യം ചോദിക്കുന്നതാണ് കേട്ടോ. ഈ ക്ലാസിഫിക്കേഷൻ ഓഫ് വോവൽസ്, ഇതിൻ്റെ 3 ടേം ലേബൽ. വോവൽസിനും 3 ടേം ലേബൽ ഉണ്ട്, കോൺസണൻസിനും എന്തുണ്ട്? 3 ടേം ലേബൽ. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഡിഗ്രിക്കൊക്കെ കേട്ടോ. അടുത്തെന്താണ്? ഫസ്റ്റ് ടേം എന്താ? പൊസിഷൻ ഓഫ് ലിപ്സ്. അതായത് നമ്മളൊരു വോവൽ പ്രൊനൗൺസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ലിപ്പിന് പൊസിഷൻ ഉണ്ടാവും. ഇപ്പോൾ എക്സാമ്പിൾ റൗണ്ടഡ് ആൻഡ് അൺറൗണ്ടഡ്, സ്പ്രെഡ് ലിപ്സ് അല്ലേ. ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ ഊ എന്ന് പറയണമെങ്കിൽ റൗണ്ടഡ് അൺറൗണ്ടഡ് ആണോ? ഊ എന്ന് പറയുമ്പോൾ നമ്മളെ ലിപ്പ് എങ്ങനെയാടോ? ഒന്ന് എന്തെങ്കിലും പറയാൻ വെക്കുള്ളൂ. റൗണ്ടഡ് അല്ലേ. ഈ എന്ന് പറയുമ്പോഴോ? ഈ എന്ന് പറയുമ്പോൾ എന്താ? അൺറൗണ്ടഡ് അല്ലെങ്കിൽ സ്പ്രെഡ് ലിപ്സ് ആണ്. അല്ലെങ്കിൽ നമ്മൾ അൺറൗണ്ടഡ് അല്ലെങ്കിൽ എന്താണ്? സ്പ്രെഡ് ലിപ്സ് എന്ന് പറയാറുണ്ട്. ദെൻ ക്ലോസ് ലിപ്പ് റൗണ്ടിങ്, ഓപ്പൺ ലിപ്പ് റൗണ്ടിങ്. ഓക്കെ, ഓപ്പൺ ലിപ്പ് റൗണ്ടിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലോസ് ലിപ്പ് റൗണ്ടിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലിപ്പ് രണ്ടും ക്ലോസിൽ പിടിക്കും. ഓപ്പൺ ലിപ്പ് ഓ ഊ എന്ന് പറയുമ്പോൾ എന്താ? നമ്മൾ ക്ലോസ് ലിപ്പ് റൗണ്ടിങ് ആണ്. ഓ എന്ന് പറയുമ്പോഴോ നമ്മൾ ഓപ്പൺ ലിപ്പ് റൗണ്ടിങ് ആണ് കേട്ടോ. രണ്ട് മാറ്റമുണ്ട്. ദെൻ പാർട്സ് ഓഫ് ദി ടങ് റേസ്ഡ്. അതായത് നമ്മൾ ഓരോ വോവൽ സൗണ്ട് ഉണ്ടാക്കുന്ന സമയത്തും ആ ടങ്ങിൻ്റെ പൊസിഷൻ ഉണ്ട്. അതായത് എത്രത്തോളം നമ്മൾ ആ ടങ് ഉയർത്തുന്നു എന്നുള്ളൊരു സംഭവമുണ്ട്. അതിന് വിളിക്കുന്ന പേരാണ് പാർട്സ് ഓഫ് ദി ടങ് റേസ്ഡ്. എക്സാമ്പിൾ ഫ്രണ്ട്, സെൻട്രൽ, ബാക്ക്. ഫ്രണ്ട് എന്താണ്? ഫ്രണ്ട് ഓഫ് ദി ടങ് റേസ് ടുവേർഡ്സ് ദി
ഹേർട്ട് പാലറ്റ്. ഇപ്പോൾ നമ്മൾ ആ എന്ന് പറഞ്ഞാൽ എന്താണ്, ആ എന്ന് പറയുന്ന സമയത്ത് ഫ്രണ്ടല്ല നമ്മൾ പൊന്തിക്കുന്നത്, നമ്മൾ ബാക്കാണ് പൊന്തിക്കുന്നത്. അങ്ങനെ ഓരോ വൊവൽസിനും ഓരോ സെക്ഷൻ, ഓരോ സംഭവങ്ങളുണ്ട് നമ്മൾ പൊന്തിക്കുക. നമ്മൾ ടങ്ങിൻ്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ എന്താ, ടങ്ങിൻ്റെ ഫ്രണ്ട് സൈഡ് ഓഫ് ദി ടങ്, അതാണ് ടങ്ങിൻ്റെ ഫ്രണ്ട് എന്ന് പറയുന്നത്. നമ്മൾ ടങ്ങിൻ്റെ ഫ്രണ്ട് നമ്മൾ ഹാർട്ട് പാലറ്റിലേക്ക് നമ്മൾ റേസ് ചെയ്യുമ്പോൾ അതിന് വിളിക്കുന്ന പേരാണെന്ത്, ഫ്രണ്ട് വൊവൽ. നെക്സ്റ്റ് വൺ സെൻട്രൽ വൊവൽ ആണെങ്കിലോ, സെൻറ്റർ ഓഫ് ദി ടങ് റേസ് ടുവാർഡ്സ് ദി ഹാർട്ട് പാലറ്റ്. നെക്സ്റ്റ് വൺ ബാക്ക് ആണെങ്കിൽ ബാക്ക് ഓഫ് ദി ടങ് റേസ് ടുവാർഡ്സ് ദി സോഫ്റ്റ് പാലറ്റ്. അപ്പോൾ ഫ്രണ്ടും സെൻട്രലും ഹാർഡ് പാലറ്റിലേക്കും ബാക്ക് പോർഷൻ സോഫ്റ്റ് പാലറ്റിലേക്കും നമ്മൾ റേസ് ചെയ്തത്. സോ ദാറ്റ് ഈസ് ദ ഡിഫറൻസ്. ദ ലാസ്റ്റ് വൺ, ദ ഹൈറ്റ് ടു വിച്ച് ടങ് ഈസ് റേസ്ഡ്. അതായത് ഹൈറ്റ് ഉണ്ട്, അതായത് ക്ലോസ് ഓർ ഹൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഹയസ്റ്റ് പൊസിഷൻ. ദെൻ ഹാഫ് ക്ലോസ് ഒരു ലോവർ ഹൈ എന്ന് പറഞ്ഞാൽ കുറച്ച് പൊന്തിച്ചിട്ട്. ദെൻ ഹാഫ് ഓപ്പൺ, ലോവർ മിഡ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി താഴെ. ദ ലാസ്റ്റ് വൺ ഓപ്പൺ ലോ. ഓക്കെ, ആ ടങ്ങിൻ്റെ പൊസിഷൻ, ആ റേസിങ്, അതായത് എത്രത്തോളം പൊന്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ഹൈറ്റ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത് പറഞ്ഞാൽ മനസ്സിലാവില്ല, പക്ഷെ ഇത് പറ്റുന്നത് കാണാൻ പഠിക്കുക കേട്ടോ. ഇത് ലോങ് വോവൽസിൻ്റെയും ഷോർട്ട് വോവൽസിൻ്റെയും എന്താണ്, 3 ടേം ലേബലാണ്. അൺറൗണ്ടഡ് ഫ്രണ്ട് ക്ലോസ്, മീ ഈ എന്ന് പറയുമ്പോൾ എന്താണ്, അൺറൗണ്ടഡ് ആണ് അല്ലേ. ഇത് നമുക്ക് മനസ്സിലാക്കുക വേറെ വഴി എന്താ വെച്ച് കഴിഞ്ഞാൽ, അത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിലൊക്കെ എന്തുണ്ടാവും, ഈ നമ്മൾ ലിപ്പ് റൗണ്ടിങ് ഉണ്ട്, അത് പെട്ടെന്ന് കിട്ടുന്ന സാധനമാണ് ലിപ്പ് റൗണ്ടിങ് അല്ലേ. ഇപ്പോൾ എക്സാമ്പിൾ അൺറൗണ്ട് ഫ്രണ്ട് ക്ലോസ് മീറ്റ് എന്ന് പറയുമ്പോൾ അത് ചിലപ്പോൾ എന്തുണ്ടാവും, അതിൽ ബാക്കി 3 റൗണ്ടഡ് ആയിക്കാരം ഫസ്റ്റ് ടേം, ഒരെണ്ണം മാത്രം അൺറൗണ്ടഡ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിന് ആൻസർ ഏതാ, റൗണ്ടഡ് അൺറൗണ്ടഡാ, ഏതാ ആൻസർ വരിക, ഏതാടോ വരിക, അൺറൗണ്ടഡ് ആണ് വരിക അല്ലേ. അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ബാക്കിയുള്ളൊന്നും അറിയില്ലെങ്കിലും ചില കേസുകളിൽ ഇങ്ങനെയും ഓപ്ഷൻസ് കൊടുക്കാറുണ്ട് പി എസ് സിയിലെ കേട്ടറ്റിൻ്റെ ക്വസ്റ്റ്യൻ എഴുതുന്നുണ്ടെന്ന് ആൾക്കാർ. നെക്സ്റ്റ് വൺ, റൗണ്ടഡ് ബാക്ക് ക്ലോസ്, ഫൂൾ. നമുക്കറിയാം ഫൂൾ പറയുമ്പോൾ തന്നെ റൗണ്ടഡ് ആണ്, ദെൻ ബാക്ക് ക്ലോസ് ആണ്. നെക്സ്റ്റ് വൺ, അൺറൗണ്ടഡ് ബാക്ക് ഓപ്പൺ, ആ കാം. ആ എന്ന് പറയുമ്പോൾ എന്താ, അൺറൗണ്ടഡ് ആണ്, ബാക്ക് ഓപ്പൺ. ആ എന്ന് പറയുമ്പോൾ റൗണ്ടഡ് ആണോ, ആ റൗണ്ടഡ് ആണോ, സ്പ്രെഡ് ലിപ്സ് ആണ് അല്ലേ, മുകളിലേക്കും താഴേക്കും സ്പ്രെഡ് അല്ലേ ചെയ്യുന്നത്. ദ നെക്സ്റ്റ് വൺ, ഓൾ എന്ന് പറയുമ്പോഴോ റൗണ്ടഡ് ആണ്, ബാക്ക് ഹാഫ് ഓപ്പൺ. ദെൻ നെക്സ്റ്റ് വൺ, ബേർഡ്, റൗണ്ടഡ് സെൻട്രൽ ഹാഫ് ഓപ്പൺ. അത് രണ്ടും ഒന്ന് നോക്കിയിട്ട് പോവാട്ടോ, മറന്നു പോകണ്ടാരും. ദ നെക്സ്റ്റ് വൺ, അൺറൗണ്ടഡ് ഫ്രണ്ട് ഹാഫ് ക്ലോസ്. ഇത് മറ്റേ ഷോർട്ട് വൊവൽസ് ആണ് കേട്ടോ, 5 ലോങ് വൊവൽസും 7 ഷോർട്ട് വൊവൽസും. ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടെങ്കിലും പോവാം, നോക്കി പോയാലും അത്ര മെച്ചമാണ്. മറ്റേത് നമ്മൾ പഠിച്ചൊന്നും ഓർമ്മ ഭയങ്കര ഉണ്ടാവിക്കൊള്ളുന്നില്ല. ജസ്റ്റ് എക്സാം ഹാൾ കയറുന്ന മുന്നെങ്കിൽ നോക്കുക, ചിലപ്പോൾ ഒരു മാർക്കും കിട്ടും. മിക്കവാറും പോലെ ആൾട്ടർനേറ്റ് ആയിട്ട് എക്സാമുകൾ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ 3 ടേം ലേബൽ ഓഫ് വോവൽസ് ആൻഡ് കോൺസണൻസ്. കേൾക്കുന്നില്ല ഇപ്പോഴോ? ഓക്കെ. ദെൻ ഒന്നും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ എൻ്റെ HSAക്ക് ഉണ്ടാക്കാൻ നോട്ടാട്ടോ, അവിടെ തൊട്ടപ്പുറത്ത് ഞാൻ കൊടുത്തിരിക്കുന്നത്. അത് അൺറൗണ്ടഡ് ഫ്രണ്ട് ഹാഫ് ക്ലോസ് ഹിറ്റ്, അൺറൗണ്ടഡ് ഫ്രണ്ട് ഹാഫ് ക്ലോസ് ഹിറ്റ്. എന്താണ് നമുക്കറിയാം, ഈ എന്നുള്ള വോവൽ സൗണ്ട് എന്താണ്, എപ്പോഴും എന്തായിരിക്കും, അൺറൗണ്ടഡ് ആയിരിക്കും. നെക്സ്റ്റ് വൺ, എ അൺറൗണ്ടഡ് ഫ്രണ്ട് ഹാഫ് ഓപ്പൺ, പെറ്റ്. ദെൻ ക്യാറ്റ് അൺറൗണ്ടഡ് ഫ്രണ്ട് ഓപ്പൺ. അങ്ങനെ വോവൽസിൻ്റെ ഒക്കെ കറക്റ്റ് ഞാൻ കൊടുത്തിരുന്നത് ജസ്റ്റ് വായിച്ചു നോക്കുക. അത് നമ്മൾ വായിച്ചു നോക്കാനേ പറ്റുള്ളൂ, അല്ലാണ്ട് ഇത് വായിച്ച് പഠിക്കാനേ വേണം, അല്ലാണ്ട് നമുക്ക് ക്ലാസ് എടുക്കാൻ പറ്റുന്ന സാധനമല്ലത്. ഒന്ന് ആ ബൈ ഹാർട്ട് ആക്കുക, അല്ലെങ്കിൽ അതിൻ്റെ പൊസിഷൻസ് കറക്റ്റ് പഠിക്കുക. ദെൻ ലോങ് വോവൽസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദെൻ അടുത്തത് ഡിഫ്തോങ്സ് ഓർ വോവൽ ഗ്ലൈഡ്സ്. എന്താണ് ഡിഫ്തോങ്സ് അല്ലെങ്കിൽ വോവൽ ഗ്ലൈഡുകൾ? മറ്റേ പഠിച്ചുകൊണ്ടിട്ടോ, മറന്നു പോകണ്ടേ. അതെന്തായാലും എല്ലാ പ്രാവശ്യം ചോദിക്കുന്നതാണ്, ഒന്നെങ്കിൽ എല്ലാ പ്രാവശ്യമല്ല, ആൾട്ടർനേറ്റ് എക്സാമുകളിലും ചോദിക്കാറുണ്ട് ആ 3 ടേം ലേബൽ വരെ. അപ്പോൾ പഠിച്ചാൽ നിങ്ങൾക്കും ഉപകാരമാണ്, അടുത്ത HSAക്ക് നിങ്ങൾക്ക് ഉപകരിക്കും. അങ്ങനെ അപ്പോൾ ഡിഫ്തോങ്സ് ഓർ വോവൽ ഗ്ലൈഡ്സ്. വാട്ട് ആർ ദ ഡിഫ്തോങ്സ് ഓർ വാട്ട് ആർ വോവൽ ഗ്ലൈഡ്സ്? Diphthongs are the sounds during the articulation of which the tongue starts in the position of a particular vowel and moves in the direction of the position of another vowel within a single syllable. ഒരു സിംഗിൾ സിലബിൾ ആയിരിക്കും. ആ സിംഗിൾ സിലബിളിനുള്ളിൽ എന്ത് ചെയ്യും, ഒരു വവ്വലിൽ നിന്നും മറ്റൊരു വവ്വലിലേക്കുള്ള എന്താണ് മാറ്റത്തെ നമ്മൾ വിളിക്കുന്നത്, നമ്മൾ ഡിഫ്തോങ് എന്ന് വിളിക്കുന്നത് കേട്ടോ. ആൻഡ് ഡിഫ്തോങ് എന്താണ്, ഒരു സിലബിളും കൂടിയാണ്, മറന്നു പോകണ്ട.
Diphthongs are represented by sequence of two syllables, the first indicating the starting and the second direction of the movement. ഇതിൽ രണ്ട് വവൽസ് ഉണ്ടാവും, രണ്ട് സൗണ്ട്സ് ഉണ്ടാവും, രണ്ട് ഫൊണീം ഉണ്ടാവും. ഒരു ഫൊണീം എന്താണ്, സ്റ്റാർട്ടിംഗ് ആണ്, ആൻഡ് അതർ വൺ ഈസ് സെക്കൻഡ് direction of the movement. Direction of the movement. The next one, the starting point is referred to as the first element of the diphthong, and the point towards which is glide is made as the second element. മറന്നു പോകണ്ട കേട്ടോ, ഫസ്റ്റ് എലമെൻറ്റും സെക്കൻഡ് എലമെൻറ്റും. അതായത് തുടങ്ങുന്ന ആ ഒരു വവൽ വിളിക്കുന്ന പേരെന്താ, എന്താ വിളിക്കുക നമ്മളതിനെ, ഫസ്റ്റ് എലമെൻറ്റ് എന്നാണ് വിളിക്കാറുള്ളത്. ദെൻ വാട്ട് ഈസ് ദ സെക്കൻഡ് എലമെൻറ്റ്, ദ സെക്കൻഡ് ഫോണീം ഓർ ദ മൂവ്മെൻറ്റ്. അത് നമ്മൾ വിളിക്കുക നമ്മൾ സെക്കൻഡ് എലമെൻറ്റ് എന്നാണ് നമ്മൾ വിളിക്കാറുള്ളത്. The next one, for example, in A, the tongue moves from the position of A to the position of E. So A is the first element and E is the second element. Clear ആണോ? മറന്നു പോകണ്ട കേട്ടോ. Since vowels or changing quality are called diphthongs. ഇനി ഏതൊക്കെയാണ് ഡിഫ്തോങ്ങിൽ വവൽസ് നോക്കാം. ഏതൊക്കെയാണ് ഡിഫ്തോങ്ങുകൾ ഒന്ന് വായിച്ചു നോക്കുകയാണ്. A, pay, great, made. എക്സാം കൊടുത്തിട്ട് കേട്ടോ. ദെൻ ഓയ്, ഓയ് എന്താ, നോയ്സ്, ടോയ്, ചോയ്സ്. ദ നെക്സ്റ്റ് വൺ ഐ, ഫൈൻ, ലൈക്ക്, മൈറ്റ്. നെക്സ്റ്റ് വൺ ഓ, എന്താണ്, നോ, സ്റ്റോൺ, റോഡ്. നെക്സ്റ്റ് വൺ ഓ, റൗണ്ട്, ഹോ, ബ്രൗൺ. ഇതൊക്കെ നമുക്ക് പറയാൻ പറ്റാന്നുള്ളൂ കേട്ടോ. നമ്മൾ പറയുമ്പോൾ ഏകദേശം ഓൾമോസ്റ്റ് എല്ലാം സെയിം തന്നെ കാരണം. ഇതൊക്കെ കറക്റ്റ് പറഞ്ഞ നേറ്റീവ് സ്പീക്കേഴ്സിനോടെ കഴിയുള്ളൂ. നെക്സ്റ്റ് വൺ ഇയർ, എന്താണ്, ബിയർ, ഹിയർ, സ്റ്റിയർ. ഓൾസോ നമ്മൾ ഇതേപോലെ നമ്മൾ ബിയറിൻ്റെ ബിയർ എന്ന് പറയില്ല നമ്മൾ കേട്ടോ. ബിക്കോസ് ആഫ്റ്റർ എ വവൽ സൗണ്ട് വി ഡോണ്ട് യൂസ് ആറ്. നമ്മൾ വി ഡോണ്ട് പ്രൊനൗൺസ് ആറ്. ബിയർ എന്ന് പറയുള്ളൂ. ബിയർ എന്ന് പറയും, നമ്മൾ ബിയർ എന്ന് പറയില്ല. അതൊരു റോങ് യൂസേജ് ആണല്ലോ. അതൊക്കെ വരുന്നുണ്ട്, അടുത്ത സ്ലൈഡ് വരുന്നുണ്ട്. അതിൻ്റെ നമ്മളെ ഫോണോടാക്ടിക്സിലോ എവിടെയൊക്കെ ആ ഇത് വരുന്നുണ്ട്, സ്ലൈഡ് വരുന്നുണ്ട്. അപ്പോൾ മനസ്സിലാവും. നെക്സ്റ്റ് വൺ ഇയർ, കെയർ, ദെയർ, ബെയർ, ഏയ്, ഏയ് എന്നാണ് അതിൻ്റെ ആ ഡിഫ്തോങ്ങിൻ്റെ ആ ഒരു ഇത് കേട്ടോ, മറന്നു പോകണ്ട. then ക്ലോസിങ് ഡിഫ്തോങ്, ഫ്രണ്ടിങ് ഡിഫ്തോങ്. അടുത്തൊരു ക്വസ്റ്റ്യനാണ്. നമ്മൾ കണ്ടു രണ്ട് ടൈപ്പ് ഓഫ് ഡിഫ്തോങ്ങുകളുള്ളത്. ഒന്ന് ഈ എന്ന് പറയുന്ന സൗണ്ട് അവസാനിക്കുന്നതും, രണ്ട് എന്ന് പറഞ്ഞ ഊന്ന് സൗണ്ട് അവസാനിക്കുന്നതും, മറ്റൊന്ന് ഈ എന്ന് പറഞ്ഞ സൗണ്ടിൽ അവസാനിക്കുന്നു കേട്ടോ. അതിലൊക്കെ നമ്മൾ രണ്ടായി തരം വെച്ചിട്ടുണ്ട്, ക്ലോസിങ് ഡിഫ്തോങ്ങും ഫ്രണ്ടിങ് ഡിഫ്തോങ്ങും. glide towards a closed vowel or a high vowel. 5 of them they are A, Oi, I, O, O. ആ രണ്ട് ഇതുണ്ടല്ലോ, ഫസ്റ്റ് വന്ന രണ്ടെണ്ണം A, Oi, O, O, O. ഫസ്റ്റ് അഞ്ചെണ്ണം എന്താണ്, ക്ലോസിങ് ഡിഫ്തോങ് വിളിക്കും കേട്ടോ. അതായത് ഈ എന്ന് പറയുന്ന സൗണ്ടിലും അതുപോലെ ഊ എന്ന് പറയുന്ന സൗണ്ടിലും എൻ്റെ ചെയ്യുന്ന ഡിഫ്തോങ് വിളിക്കുന്ന പേരുന്നത് ക്ലോസിങ് ഡിഫ്തോങ്സ്. നെക്സ്റ്റ് വൺ ഫ്രണ്ടിങ് ഡിഫ്തോങ്സ്, ഗ്ലൈഡിങ് ടുവാർഡ്സ് എ ഫ്രണ്ട് വവൽ ഐ. The next one, state of tension of the tongue. Tense vowels എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ഡിഗ്രി ഓഫ് ടങ് ടെൻഷൻ. അതായത് നമ്മൾ ടങ് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ടെൻഷൻസ് ഉണ്ടാവും, അതായത് ഭയങ്കര വൈബ്രേഷൻ ഉണ്ടാവും. അതിന് വിളിക്കുന്ന പേരെന്താ, സ്റ്റേറ്റ് ഓഫ് ടെൻഷൻ ഓഫ് ദി ടങ്. ലാക്സ് വോവൽസ് ആണ്, ടങ് ഇസ് റിലാക്സ്ഡ്. അപ്പോൾ ടെൻസ് വോവൽസും ലാക്സ് വോവൽസും മറന്നു പോകേണ്ട. ടെൻസ് വോവൽസും എന്താണ്, ഗ്രേറ്റർ ഡിഗ്രി ഓഫ് ടങ് ടെൻഷൻ ഉണ്ടാവും, അതായത് ടങ് ഭയങ്കരമായിട്ട് വൈബ്രേറ്റ് ചെയ്യും. നെക്സ്റ്റ് ആണ് ലാക്സ് വോവൽസ് എന്ന് പറഞ്ഞാൽ എന്താ, ടങ് ഈസ് റിലാക്സ്ഡ്. ഇത് ചോദിക്കുന്ന അങ്ങനെ ക്വസ്റ്റ്യൻ വരെ അങ്ങനെ ഫ്രെയിം ചെയ്യാൻ അറിയാം. അതായത് ഒരു എക്സാമ്പിൾ തരും, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ തരും, ഒരാളുടെ ടങ് ഭയങ്കര റിലാക്സ് പൊസിഷൻ നിൽക്കുന്നു, ആൻഡ് ഹി യൂസ്ഡ് എ വോവൽ സൗണ്ട്. സോ വിച്ച് ഓഫ് ദി ഫോളോയിങ് വോവൽ സൗണ്ട് ഹി ഹാസ് യൂസ്ഡ്. ലാക്സ് വോവൽസ് ആണ് കേട്ടോ, മറന്നു പോകണ്ട. നെക്സ്റ്റ് വൺ, കാർഡിനൽ വോവൽസ്. Specifically selected vowel sounds which can be used as a point of reference based on which the other vowels can be described. അതായത് കാർഡിനൽ വോവൽസ് എന്ന് പറഞ്ഞാൽ വേറെ വോവൽസിന് കൂടെ വരുന്ന വോവൽസ് ആണ്. ഇറ്റ് ക്യാൻ ബി പ്രസൻറ്റഡ് ആസ് എ റെഫറൻസ് ബേസ്ഡ് ഓൺ ദ അതർ വോവൽസ് ക്യാൻ ബി ഡിസ്ക്രൈബ്. മറ്റേ വോവൽ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വോവൽസിനെ വിളിക്കുന്ന പേര് നമ്മൾ കാർഡിനൽ വോവൽസ് കേട്ടോ. ഇത് കാർഡിനൽ വോവൽസ് ഡിഫൈൻ ചെയ്താൽ ഡിവൈസ് ചെയ്താലാണ് ഡാനിയൽ ജോൺസ് എന്ന് പറയുന്നൊരു ലിംഗ്വിസ്റ്റ് ആണ് കേട്ടോ, മറന്നു പോകണ്ട. കാർഡിനൽ വോവൽസ് ഡിവൈസ്ഡ് ബൈ ഡാനിയൽ ജോൺസ്. ദർ ആർ 8 ടങ് പൊസിഷൻസ് ഉണ്ട് കേട്ടോ. കാർഡിനൽ വോവൽസിൽ 8 ടങ് പൊസിഷൻസ് വെച്ചിട്ട് നമ്മൾ ഓരോ വോവൽസ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ദ നോട്ട് ആക്ച്വൽ വോവൽസ് ബിലോങ് ടു എനി പർട്ടിക്കുലർ ലാംഗ്വേജ്. ഇതൊരു വോവൽ സൗണ്ടുകളല്ല. ഇത് പക്ഷേ നമ്മൾ വേറെ വോവൽ സൗണ്ട് ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വോവൽസ് വിളിക്കുന്ന പേരാണ് നമ്മൾ കാർഡിനൽ വോവൽസ് വിളിക്കുന്നത് കേട്ടോ. ദ നെക്സ്റ്റ് വൺ, കോൺസണൻസ്. എന്താണ് കൺസണൻസ്?
Consonants include all breathed voiceless sounds in the production of which there is either obstruction or constriction somewhere in the vocal tract resulting in either plosive or friction. എന്താണ് ഇത് നമ്മൾ കോൺസണൻസ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് എപ്പോഴും എന്തുണ്ടാവും, ദർ വിൽ ബി ഒബ്സ്ട്രക്ഷൻ, ഐദർ ഒബ്സ്ട്രക്ഷൻ ഓർ കൺസ്ട്രക്ഷൻ. കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു തടസ്സം ഉണ്ടാവും നമ്മൾ ഈ കോൺസണൻസ് കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത്. സംവെയർ ഇൻ ദി വോക്കൽ ട്രാക്ട് റിസൾട്ടിങ് ഇൻ ഐദർ പ്ലോഷൻ ഓർ ഫ്രിക്ഷൻ. ഒന്നൊരു പ്ലോഷൻ എന്താണ്, ഒരു സ്ഫോടനം. നമ്മൾ വായുന്ന സ്ഫോടനം ഉണ്ടാകാൻ പറ്റുമല്ലോ, പക്ഷേ നമ്മൾ ഖ എന്ന പല സമയത്ത് എന്തുണ്ടാവും, ഒരു പ്ലോഷൻ വരും, ഒരു എയർ പ്ലോഷൻ വരില്ലേ, വിളിക്കുന്ന പേര് നമ്മൾ പ്ലോഷൻ ഉണ്ടാവും. അപ്പോൾ ഈ വോക്കൽ ട്രാക്ടർ ഉണ്ടാക്കുന്ന ഈ വൈബ്രേഷൻ കൊണ്ട് എന്തുണ്ടാവും, എപ്പോഴും ഒരു പ്ലോഷൻ അല്ലെങ്കിൽ ഫ്രിക്ഷൻ ഉണ്ടാക്കാൻ സാധിക്കുന്ന സാധനമാണ് എന്ത്, കൺസണൻസ്. ദർ ആർ 24 കോൺസണൻസ് ഇൻ ഇംഗ്ലീഷ്. കോൺസണൻസ് ആർ ഡിസ്ക്രൈബ്ഡ് ഇൻ ടേംസ് ഓഫ് ദെയർ ആർട്ടിക്കുലേഷൻ. ആർട്ടിക്കുലേഷൻ്റെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ദീസ് ആർ ദി കോൺസണൻസ്. ജസ്റ്റ് നോക്കിപ്പോയിക്കോളൂ കേട്ടോ, ഞാൻ ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. ഫസ്റ്റ് വൺ പ്, ബ്, ട്, ഡ്, ഫ്, വ്, ത്. ത് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു പൂജ്യം ഇട്ടിട്ട് നടുകൂടി വരാം, അതാണ് ത്. ദ നെക്സ്റ്റ് വൺ റ്, റാറ്റ്, റ, അതാണ് റ്. ഇത് എന്ന് പറഞ്ഞാൽ എന്താണ്, 6 നേരെ മറിച്ചിട്ട് കണ്ട് മുകളിൽ ഒരു ചെറിയ വരാം, അതാണ് 6 റ് കേട്ടോ. നെക്സ്റ്റ് വൺ മ്, ന്. അടുത്തതാണ് ങ്. ആ ങ് എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ അങ്ങനല്ല എഴുതുക, അത് വേറൊരു ഇതിൽ വരുന്നതാണ്. ങ് എന്ന് പറയുമ്പോൾ ന്യൂ ഇട്ടിട്ട് നേരെ താഴ് വള്ളി ആണ് ങ് കേട്ടോ. ദെൻ ഹ്, ദെൻ ച്, ജ്. ച് എന്താണ്, ഒരു ടീയും ഒരു മറ്റേ തീറ്റ സാധനമല്ലേ, തീറ്റ എൻ്റെ പേര്, തീറ്റല്ലോ എന്താ പേര്, എന്താ പേരുള്ള നമ്മൾ ആ എഫിൻ്റെ വാല് മുഴുക്കും താഴേക്കുള്ള എന്താ പറയുമ്പോൾ എന്തൊരു പേര് പറയല്ലോ, ഓർമ്മയില്ല, അതാണ് ച്. ദെൻ ജ് ആണെങ്കിലോ ജ് ഡി എന്നിടുക, ഒരു 3 ഇടുക, അപ്പോൾ എന്തായി ജ് എന്നായി. ദെൻ ക്, ഗ, സ്, സ്, ദെൻ ഷ്, ദെൻ ഴ്. ഴ് തന്നെ എഴുതുക 3 ആണ് ഴ് കേട്ടോ. മെഷർ, പ്ലഷർ. ദെൻ ല്, റ്, വ്, യ. ഓക്കെ, ഇത് 2 വ് വരുന്നുണ്ട്. ഒന്ന് നോർമൽ വ്, വാൻ അല്ലെങ്കിൽ വെഹിക്കിൾ ലൈക്ക് ദാറ്റ്. ഇത് നെക്സ്റ്റ് ഈ വ് എന്താണ്, വർക്ക്. വർക്ക് അതായത് നമ്മൾ ലിപ്പ് റൗണ്ടിങ് എന്ത് വരും, ഓപ്പൺ ആണ്, ഇതാണ് വരിക കേട്ടോ, റൗണ്ട് വരിക. മറ്റേ വാൻ സ്പ്രെഡ് ലിപ്പാണ്, മനസ്സിലായോ. വർക്ക് നിങ്ങൾ ഒരു ദിവസം പ്രൊനൗൺസ് ചെയ്ത് കാണി. വർക്ക് എന്ന് പറയുന്ന സമയത്ത് നമ്മളെ ലിപ്പ് എന്ത് ചെയ്യണം, റൗണ്ടിങ് ആക്കണം. വാൻ എന്ന് പറയുമ്പോഴോ ലിപ്പ് റൗണ്ടിങ് അല്ല, ലിപ്പ് സ്പ്രെഡ് ലിപ്സ് ആണ് വരിക കേട്ടോ. ക്ലിയർ ആയോ? അപ്പോൾ ഇതൊന്നും കൂടി ജസ്റ്റ് ഒന്ന് നോക്കി പോവാം. ദീസ് ആർ ദി 24 കോൺസണൻസ് ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ്. ഇത് നിങ്ങൾ ബാക്കി ഓൾമോസ്റ്റ് എല്ലാം അതിൻ്റെ റെപ്രസെൻ്റ് അതിൻ്റെ ലെറ്റേഴ്സ് തന്നെ ആണെങ്കിലും ചില സൗണ്ടുകൾ മാത്രം എന്ത് ചെയ്യുള്ളൂ, ലെറ്റേഴ്സ് മാറ്റുള്ളൂ. അത് ത്, ത്, അതുപോലെ തന്നെ ച്, ജ്, അതുപോലെ തന്നെ മറ്റേ ഏതൊക്കെയാണ് പിന്നെ വരുന്നത്, ഷ്, ഴ്, വ്, യ. ഈ സൗണ്ടുകളൊക്കെ എന്ത് വരുന്നത്, നമ്മൾ ഇത് വരുന്നത്. ഇത് കേട്ടിട്ട് തുടങ്ങിയ സമയത്തൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഇത് തരും, ഒരു ലെറ്റർ തരും. ആ ലെറ്ററിൽ അത് മിക്കവാറും അന്ന് തരാറുണ്ടായിരുന്നു ഷ് എന്ന സൗണ്ട് ഇടാം. മെഷർ, പ്ലഷർ. മെഷറായിരുന്നു ഞാൻ കേട്ട സമയത്ത് കൊടുത്ത സൗണ്ട് കൊടുക്കണം. മെഷർ എന്നുള്ള സൗണ്ടായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു അന്ന്. അതിലെന്ത് ചെയ്യുമല്ലേ, ആ മെഷർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇതല്ലേ തരാം, ഫോണറ്റിക് ട്രാൻസ്ക്രിപ്ഷൻ അല്ലേ തരാം. അതായത് മെഷർ എന്ന് എഴുതിയിട്ടുണ്ടാവും, അതിൽ ആ എസ് യു എന്നുണ്ടല്ലോ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അതിൻ്റെ ഫോണറ്റിക് ട്രാൻസ്ക്രിപ്ഷൻ എഴുതുന്ന സമയത്ത് അതിൽ വരുന്ന ഷ് സൗണ്ട് എടുത്ത് തന്നെ പറയാം. ഓക്കെ, അപ്പോൾ താഴെ ഓപ്ഷൻസിലുണ്ടാവും 4 സൗണ്ടുകളുണ്ടാവും, 4 ഫോണീംസ് ഉണ്ടാവും. അത് നോക്കി എഴുതാനൊക്കെ. അപ്പോൾ അത് മറന്നു പോകണ്ട. എന്താ അതിൻ്റെ ഇത് ഒന്നുകൂടി ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ എൻ്റെ HSA നോട്ടാണത്. പ്, ബ്, ട്, താ. അടുത്തത് ക്രൈറ്റീരിയ ഫോർ ഡിസ്ക്രിപ്ഷൻ ഓഫ് കോൺസണൻസ്. ഇനി നമ്മൾ 3 ടൈം ലെവൽ പഠിക്കാൻ പോകും കേട്ടോ. 3 ടൈം ക്ലാസിഫിക്കേഷൻ. എന്തൊക്കെയാണ് 3 ടൈം ക്ലാസിഫിക്കേഷൻ? സ്റ്റേറ്റ് ഓഫ് ഗ്ലോട്ടിസ്, അതായത് ഈ സംഭവം പറയുന്ന സമയത്ത് ഗ്ലോട്ടിസിൻ്റെ സ്റ്റേറ്റ് നോക്കും. ദെൻ പ്ലേസ് ഓഫ് ആർട്ടിക്കുലേഷൻ ആൻഡ് മാനർ ഓഫ് ആർട്ടിക്കുലേഷൻ. ഇത് വരുന്ന സമയത്ത് അടുത്ത സ്ലൈഡ് കറക്റ്റ് മനസ്സിലാവും. ദെൻ അതിന് മുന്നേ നമ്മൾ പ്ലേസ് ഓഫ് ആർട്ടിക്കുലേഷൻ നോക്കാം. വാട്ട്സ് പ്ലേസ് ഓഫ് ആർട്ടിക്കുലേഷൻ? നമ്മൾ എവിടെയാണ് ഈ വൊവൽ സൗണ്ട് അല്ലെങ്കിൽ കോൺസണന്റ് സൗണ്ട് നമ്മൾ എവിടെ വെച്ചാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ദർ ആർ ലേബിയൽ സൗണ്ട്സ്, ഡെൻ്റൽ സൗണ്ട്സ്, ആൽവിയോളാർ സൗണ്ട്സ്, പോസ്റ്റ് ആൽവിയോളാർ സൗണ്ട്സ്. ഈ 4 സൗണ്ടുകളാണ് എന്ത് നമ്മൾ പ്ലേസ് ഓഫ് ആർട്ടിക്കുലേഷന് നമ്മൾ പഠിപ്പാറുണ്ട്. പാലറ്റ് ആൽവിയോളർ, പാലറ്റൽ സൗണ്ട്, വിലാരിക് സൗണ്ട്, ഗ്ലോട്ടൽ സൗണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള
പ്ലേസ് ഓഫ് ആർട്ടിക്കുലേഷൻ, അതായത് എവിടെയാണ് നമ്മൾ ഈ കോൺസണൻസ് നമ്മൾ ആർട്ടിക്കുലേറ്റ് ചെയ്യപ്പെടുന്നത്, എവിടെ വെച്ചിട്ടാണ് സാധനം ആർട്ടിക്കുലേറ്റ് ചെയ്യപ്പെടുന്നത്, അതാണ് എന്ത് പ്ലേസ് ഓഫ് ആർട്ടിക്കുലേഷൻ. വാട്ട് ഈസ് ദ ഫസ്റ്റ് വൺ? ലേബിയൽ സൗണ്ട്. ലേബിയൽ എന്താ? വാട്ട് ഇസ് ലേബിയൽ സൗണ്ട്? ബൈലേബിയൽ, ലേബിയൽ. വാട്ട് ലേബിയൽ? ലേബിയൽ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ചുണ്ടുണ്ടല്ലോ, അവർ പറയുമ്പോൾ ലേബിയൽ സൗണ്ട് കേട്ടോ. ബൈലേബിയൽ എങ്ങനെ? ലിപ്പ് യൂസ് ചെയ്ത് അതന്നെ ലിപ്പ് അല്ലെങ്കിൽ ചുണ്ട് എന്ന് പറയാം. ബൈലേബിയൽ. ബൈലേബിയൽ വാട്ട്സ് ബൈലേബിയൽ? നമ്മൾ രണ്ട് ലിപ്പും യൂസ് ചെയ്ത് പ്രൊനൗൺസ് ചെയ്യുന്ന സൗണ്ട് വിളിക്കുന്ന പേരാണ് നമ്മൾ ബൈലേബിയൽ സൗണ്ട്. എക്സാമ്പിൾ പ്, ബ്, വ്, മ. പ്, ബ്, വ്, മ. രണ്ടെല്ലാം ഒന്ന് ജസ്റ്റ് പ്രൊനൗൺസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് വേണം? ഈ 4 സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് എന്ത് വേണം? ബൈലേബിയൽ. വി നൂ ഇറ്റ് ദ യൂസ് ഓഫ് ടു ബോത്ത് അവർ ലിപ്സ് അല്ലേ. നെക്സ്റ്റ് വൺ ഡെൻറ്റൽ, ലേബിയോ ഡെൻറ്റൽ. ഇതെന്ത് വേണം? ഫ്, വ്, ഫ്, വ്. നമ്മൾ അപ്പർ ലിപ്പ് വന്നിട്ട് എവിടെ തട്ടും? നമ്മൾ ലോ ലിപ്പ് തട്ടും. ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രൊനൗൺസ് ചെയ്ത് നോക്കുക. ഫ്, വ് അല്ലേ. നമ്മൾ ഈ രണ്ട് സൗണ്ട് പ്രൊനൗൺസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തുണ്ടാവും? ഫ്, വ് എന്ന് പറയുമ്പോൾ മുകളിൽ ആ ഫ് എന്ന് പറഞ്ഞ സൗണ്ട് പ്രൊനൗൺസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ അപ്പർ ലിപ്പ് വന്നിട്ട് എവിടെ തട്ടും? നമ്മൾ ലോ ലിപ്പ് തട്ടും. നെക്സ്റ്റ് വൺ വ് ആണെങ്കിലോ അതും അപ്പർ ലിപ്പ് വന്നിട്ട് നമ്മൾ ലോ ലിപ്പിൽ തട്ടുന്നുണ്ട്. അതാണ് അതൊരു എക്സാമ്പിൾ. നെക്സ്റ്റ് വൺ ഡെൻറ്റൽ സൗണ്ട്. എങ്ങനെ? കേട്ടില്ല. ഹലോ. അതിന് അപ്പർ ടീത്ത് ഞാൻ എന്താ പറഞ്ഞ കൂടെ? ഞാൻ പറഞ്ഞു മാറിപ്പോയോ? ഞാൻ എന്താ പറഞ്ഞത്? പറഞ്ഞു മാറിപ്പോയോ? അപ്പർ ടീത്ത് വന്നാൽ ലോലിപ്പ് തട്ടാ ലേബിയുടെ സൗണ്ട്. പിന്നെ ഞങ്ങൾ എന്താ പറഞ്ഞത്? മാറിപ്പോയി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സോറി കേട്ടോ. അതായത് നമ്മൾ അപ്പർ ടീത്ത്, നമ്മൾ മുകളിലുള്ള അപ്പർ ടീത്ത് വന്നിട്ട് ലോവർ ലിപ്പിൽ തട്ടുമ്പോഴാണ് എന്ത് വിളിക്കുന്നത്? നമ്മൾ ലേബിയോ ഡെൻറ്റൽ സൗണ്ടുകൾ കേട്ടോ. അതായത് ലേബിയോ ഡെൻറ്റൽ, അവിടെ നമുക്ക് ലിപ്പ് ആവശ്യമുണ്ട്. അറ്റ് ദ സെയിം ടൈം വി നീഡ് ഡെൻറ്റൽ ഓൾസോ. ദ നെക്സ്റ്റ് വൺ ഡെൻറ്റൽ സൗണ്ട് ഓൺലി. ടിപ്പ് ഓഫ് ദി ടങ് ആൻഡ് അപ്പർ ഫ്രണ്ട് ടീത്ത്. ത്, ദ്, ഇതൊക്കെ എന്താ നമ്മൾ ത്, ദ് അല്ലേ? അവിടെ കറക്റ്റ് കൊടുത്തില്ല, അതിൽ സൗണ്ട് കൊടുത്തില്ല. ത്, ദ് ആണ് എന്ത് ഡെൻറ്റൽ സൗണ്ടുകൾ. ത് നമ്മൾ ഡെൻറ്റൽ സൗണ്ട് മീനിങ് എന്താ? ടിപ്പ് ഓഫ് ദി ടങ് അല്ലേ. നമ്മൾ ടങ്ങിന് ടിപ്പും ആൻഡ് ഓൾസോ അപ്പർ ഫ്രണ്ട് ടീത്തും. ത് എന്നത് ജസ്റ്റ് പ്രൊണൗൺസ് ചെയ്യണം. ത് ജസ്റ്റ് പ്രൊണൗൺസ് ചെയ്യണേ. ദ്, ത്. എങ്ങനെയുണ്ട്? ഇറ്റ് ഈസ് കോൾഡ് ഡെൻറ്റൽ സൗണ്ടുകൾ. നെക്സ്റ്റ് വൺ ആൽവിയോളാർ സൗണ്ട്. വാട്ട്സ് മീൻ ഓഫ് ആൽവിയോളാർ സൗണ്ട്? യൂസ്ഡ് വിത്ത് ടിപ്പ് ഓർ ബ്ലേഡ് ഓഫ് ദ ടങ് വിത്ത് ടീത്ത് അടിച്ച്. ടീത്ത് അടിച്ച് കൊണ്ടുപോയിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മളെ ടങ്ങിൻ്റെ അറ്റം ടിപ്പ് കൊണ്ടുപോയിട്ട് നമ്മൾ ഇവിടെ കൊണ്ട് തട്ടിക്കും. നമ്മൾ ടീത്ത് അടിച്ച് കൊണ്ടുപോയി തട്ടിക്കും. ട്, ഡ്, ന്, ല്, സ്, സ്. ട്, ഡ്, ന്, ല്, സ്, സ്. ഇതൊക്കെ നിങ്ങൾ പ്രൊനൗൺസ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കറക്റ്റ് മനസ്സിലാവും. അതായത് നമ്മുടെ അപ്പർ ടീത്തല്ല, ടീത്ത് അടിച്ച് കൊണ്ട് നമ്മൾ എന്ത് തട്ടിക്കും? നമ്മുടെ നാവിൻ്റെ അറ്റം തട്ടിക്കും. ഓക്കെ. ദെൻ പോസ്റ്റ് ആൽവിയോളാർ സൗണ്ടുകൾ. യൂസ്ഡ് വിത്ത് ടിപ്പ് ഓഫ് ദി ടങ് ഈസ് ആക്റ്റീവ് ആർട്ടിക്കുലേറ്റർ ബാക്ക് പാർട്ട് ഓഫ് ദി ആൽവിയോളാർ റിഡ്ജ്. റൈറ്റ് അല്ലേ. ആർ ഈസ് എ റോളിംഗ് ജനറൽ ഇന്ത്യൻ ഇംഗ്ലീഷ്. GIE എന്ന് പറഞ്ഞാൽ എന്താ? ജനറൽ ഇന്ത്യൻ ഇംഗ്ലീഷാണ് കേട്ടോ. ജനറൽ ഇംഗ്ലീഷിൽ എന്താണ്? 6 റോളിംഗ് കോൺസണൻ്റ് നമ്മൾ കണക്കൂട്ടുന്നത്. റോളിംഗ് കോൺസണൻറ്റ് ഇറ്റ്സ് നോട്ട് എ കോൺസണൻ്റ് ഇൻ ജനറൽ ഇന്ത്യൻ ഇംഗ്ലീഷ്. 6 എന്തല്ല ഒരു കോൺസണൻ്റ്, മെയിൻ കോൺസണൻ്റ് അല്ല നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. റൈറ്റ്, റെക്കോർഡ്. റൈറ്റ്, റെക്കോർഡ്. ഓക്കെ, റൈറ്റ്, റെക്കോർഡ്. നമ്മൾ എറർ എന്ന് പറഞ്ഞ സൗണ്ട് നമ്മൾ അങ്ങനെ പ്രൊനൗൺസ് ചെയ്യേണ്ടത് കേട്ടോ. ദ നെക്സ്റ്റ് വൺ പലറ്റോ ആൽവിയോളാർ. ഫ്രണ്ട് ഓഫ് ദി ടങ് ഈസ് ആക്റ്റീവ് ആർട്ടിക്കുലേറ്റർ. നമ്മളെപ്പോഴും നാവിൻ്റെ അറ്റമാണെന്ത്? ഫ്രണ്ടാണെന്ത് ആക്റ്റീവ് ആർട്ടിക്കുലേറ്റർ വരുന്നത്. ഹാർട്ട് പാലറ്റ് ഈസ് എ പാസീവ് ആർട്ടിക്കുലേറ്റർ. പലറ്റോ ആൽവിയോളാർ സൗണ്ടുകൾ അത് നിങ്ങൾക്ക് തൊട്ടപ്പോൾ സ്ലൈഡ് വരും. സൗണ്ടിൽ തൊട്ടപ്പോൾ സ്ലൈഡ് വരുന്നുണ്ട് കേട്ടോ. ദ നെക്സ്റ്റ് വൺ പലറ്റൽ സൗണ്ടുകൾ. ഏതാണ്? ഇ. ഫ്രണ്ട് ഓഫ് ദി ടങ് റേസ് ടുവേർഡ്സ് ഹാർട്ട്. ഇ നമ്മൾ ടങ്ങിൻ്റെ ഫ്രണ്ട് സൈഡ് നമ്മൾ എവിടേക്ക് തട്ടിക്കുന്നു? നമ്മൾ ഹാർഡ് പാലറ്റിൽ നമ്മൾ മുട്ടിക്കാണ് ചെയ്യുന്നത്. ഇ. ഫ്രണ്ട് ഓഫ് ദി ടങ് റേസ്ഡ് ടുവേർഡ്സ് ഹാർഡ് പാലറ്റ്. ദ നെക്സ്റ്റ് വൺ വീലാരിക് സൗണ്ടുകൾ അല്ലേ. വീലാരിക് സൗണ്ടുകൾ. ഖ്, ഗ. എന്താണ്? ബാക്ക് ഓഫ് ദി ടങ് ആൻഡ് സോഫ്റ്റ് പാലറ്റ്. ഖ്, ഗ നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്നതാണ്. നമ്മൾ ഫ്രണ്ട് ഓഫ് ദി ടങ് അല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്.
വി യൂസ്ഡ് ബാക്ക് ഓഫ് ദി ടങ് ആൻഡ് സോഫ്റ്റ് പാർട്ട്. സോഫ്റ്റ് പാർട്ട് എന്താണ്? ഏറ്റവും ബാക്കിലുള്ള സാധനം അല്ലേ? ക്ക് ഗ് ഗ്. നെക്സ്റ്റ് വൺ ഗ്ലോട്ടൽ സൗണ്ട് എച്ച് അല്ലെങ്കിൽ ഹ്. ഗ്ലോട്ടൽ സൗണ്ട് ഹ്. ഓക്കെ. ദെൻ മാനർ ഓഫ് ആർട്ടിക്കുലേഷൻ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെക്കണം, മറന്നു പോകരുത് കേട്ടോ. അതായത് പ്ലോസീവ്സ് അല്ലെങ്കിൽ സ്റ്റോപ്സ്. വാട്ട് ഈസ് പ്ലോസീവ്സ് ആൻഡ് വാട്ട് ഈസ് സ്റ്റോപ്സ്? എന്താ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഒരു കംപ്ലീറ്റ് ക്ലോഷർ ഓഫ് ഓറൽ ആൻഡ് നേസൽ പാസേജ്, സഡൻ ഓപ്പണിംഗ് ഓഫ് ദി ഓറൽ പാസേജ്. അതായത് നമ്മൾ ഈ പറഞ്ഞ സൗണ്ട് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ഓറൽ പാസേജ് നേസൽ പാസേജ് ഒക്കെ കംപ്ലീറ്റ് ക്ലോസ് ചെയ്യും ആദ്യം. പിന്നെന്ത് ചെയ്യും? പിന്നെ പെട്ടെന്ന് നിങ്ങൾ ഓപ്പൺ ചെയ്യാം. ഒരു ഇതില്ലാതെ പെട്ടെന്ന് നമ്മൾ ഓപ്പൺ ചെയ്യും. എക്സാമ്പിൾ പ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ നേസൽ പാസേജും ഓറൽ പാസേജും അതിന് ക്ലോസ് ചെയ്യണില്ല. പ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ വായ പൂട്ടുന്നില്ലേ? നെക്സ്റ്റ് വൺ ബ് നോക്കുകയാണെങ്കിൽ ടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഓറൽ പാസേജ് നമ്മൾ ക്ലോസ് ചെയ്യുന്നത് ലിപ്പ് കൊണ്ടല്ല, പക്ഷെ നമ്മൾ ടങ് കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഓറൽ പാസേജ് ക്ലോസ് ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ ഡ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ടങ് കൊണ്ട് നമ്മൾ ഓറൽ പാസേജ് ക്ലോസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ വിത്ത് ദ ഹെൽപ്പ് ഓഫ് സോഫ്റ്റ് പാർട്ട് വി ക്ലോസ് ദി നേസൽ പാസേജ് ഓൾസോ. ഖ് ഗ് ഇതൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ബ്ലോക്ക് ചെയ്യണം? നമ്മൾ ഓറൽ പാസേജ് നമ്മൾ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. ഇൻകംപ്ലീറ്റ് പ്ലോസീവ്സ് act followed by another plosive affricate. If a plosive followed by a nasal sound, it became partially nasalized sound, nasal plosion. ഇനി എന്താണ് ഇൻകംപ്ലീറ്റ് പ്ലോസീവ്സ് അല്ലെങ്കിൽ വാട്ട് ഈസ് നേസൽ പ്ലോഷൻ അല്ലെങ്കിൽ വാട്ട് ഈസ് ഇൻകംപ്ലീറ്റ് പ്ലോസീവ്സ് ഇങ്ങനെ വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? വാട്ട് ഈസ് ഇൻകംപ്ലീറ്റ് പ്ലോസീവ്സ്? എന്താ നമ്മൾ പഠിച്ചു? ക്ക് എന്ന് പറഞ്ഞ സൗണ്ട് എന്താണ്? ഒരു ഇറ്റ്സ് എക്സാമ്പിൾ ഓഫ് പ്ലോസീവ്സ് അല്ലേ? എക്സാമ്പിൾ പ്ലോസീവ്സിന് എക്സാമ്പിൾ ബോഡി പഠിച്ചു നമ്മൾ. സോ വെൻ ഇറ്റ് കംസ് ബിഫോർ എ വവൽ, അത് ഈ ആക്ട് എന്ന് പറഞ്ഞ വേർഡ് എന്താണ്? ഈ ആക്ടിന് മുന്നിൽ വരുന്ന വവൽ ഏതാ? അതായത് ഫോളോഡ് ബൈ അനദർ പ്ലോസീവ് ഓർ അഫ്രിക്കേറ്റ്. അതായത് രണ്ട് പ്ലോസീവ്സ് ഒരുമിച്ച് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ രണ്ട് പ്ലോസീവ്സ് അല്ലെങ്കിൽ ഒരു പ്ലോസീവും ഒരു അഫ്രിക്കേറ്റും ഒരുമിച്ച് വരികയാണെങ്കിൽ അതിൽ വരുന്ന ഒരു പ്ലോസീവ് എന്തായിരിക്കും? ഇൻകംപ്ലീറ്റ് പ്ലോസീവ് ആയിരിക്കും, ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് അനദർ പ്ലോസീവ് കേട്ടോ. എക്സാമ്പിൾ ഒരുപാട് എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ടോപ്പ് മോസ്റ്റ് എന്ന് പറയുന്ന ടോപ്പ് മോസ്റ്റ് നേസൽ പ്ലോഷനാണ്. അതിനല്ല, ഇതിന് എക്സാമ്പിൾ ആക്റ്റാണ്. ആക്ട് എന്ന് പറയുന്ന സമയത്ത് ക്ക് ട് രണ്ടും പ്ലോസീവ്സ് അല്ലേ? പക്ഷെ നമ്മൾ ആക്ട് എന്ന് പറയുന്ന സമയത്ത് എന്താണ്? അവിടെ ക്ക് എന്ന് പറയുന്ന പ്ലോസീവ് എന്തായത് മാറി? ഇൻകംപ്ലീറ്റ് പ്ലോസീവ്സ് ആയി മാറി. വൈ? ബിക്കോസ് ഓഫ് ദി പ്രസൻസ് ഓഫ് അനദർ പ്ലോസീവ് ട് ഇൻ ദാറ്റ് സെയിം വേർഡ്. ഓക്കെ. നെക്സ്റ്റ് വൺ എന്താണ്? നേസൽ പ്ലോഷൻ. ഇഫ് എ പ്ലോസീവ് ഫോളോവഡ് ബൈ നേസൽ സൗണ്ട്സ് ഇറ്റ് ബിക്കെയിം പാർഷ്യലി നേസലൈസ്ഡ് സൗണ്ട്, നേസൽ പ്ലോഷൻ. അതായത് ഒരു ഇത് കഴിഞ്ഞിട്ട് ഒരു പ്ലോസീവ് കഴിഞ്ഞിട്ട്, ഇപ്പോൾ എക്സാമ്പിൾ ടോപ്പ് മോസ്റ്റ് എന്ന് പറയുന്ന വേർഡിൽ പ് ഇസ് എ പ്ലോസീവ് ആണ് അല്ലേ? പ് കഴിഞ്ഞിട്ട് വരുന്ന മ് എന്താണ്? ഇറ്റ്സ് എൻ എക്സാമ്പിൾ ഓഫ് നേസൽ സൗണ്ട്. നമ്മൾ ഓടി പഠിച്ചു നേസൽ സൗണ്ട് ആണ് എന്ത്? മ് എന്ന് പറയുന്ന സൗണ്ട്. സോ പ് കഴിഞ്ഞിട്ട് വരുന്ന മ്, അപ്പോൾ ഒരു പ്ലോസീവിന് ശേഷം ഒരു നേസൽ സൗണ്ട് വന്നു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് കോൾഡ് നേസൽ പ്ലോഷൻ. ടോപ്പ് മോസ്റ്റ്, അവിടെ പ് എന്ന് പറയുന്ന ആ സൗണ്ടിൻ്റെ കറക്റ്റ് ക്വാളിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയില്ല, ബിക്കോസ് ഓഫ് ദി പ്രസൻസ് ഓഫ് nasal sound after the plosive. Clear alle? So that's why we can say that it's an example of nasal plosion. Then what is affricates? Complete closure and slow release. Ch, and j. Ch in chair, j in jar. ഇത് രണ്ടും എന്താണ്? It's an example of affricate ആണ് കേട്ടോ. It's an example of affricate. The next one, fricatives. What is fricatives? ക്ലോസ് അപ്രോക്സിമേഷൻ, എയർ എസ്കേപ്പ് വിത്ത് ഓഡിബിൾ ഫ്രിക്ഷൻ. സംഭവം രണ്ടും നമ്മൾ ഈ സൗണ്ട് ആകുന്ന സമയത്ത് നമ്മൾ എപ്പോഴും എന്തായിരിക്കും? നമ്മുടെ വായും ഒക്കെ ക്ലോസ് ആയിരിക്കും, പക്ഷേ എയർ എസ്കേപ്സ് ത്രൂ സം പാർട്സ്. എയർ എസ്കേപ്സ് ത്രൂ വിത്ത് ഓഡിബിൾ ഫ്രിക്ഷൻ. നമുക്ക് ആ എയർ എസ്കേപ്പ് ചെയ്ത് പോകുന്നത് നമുക്ക് കേൾക്കാൻ പറ്റും. വിത്ത് ഓഡിബിൾ ഫ്രിക്ഷനോട് കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് ഫീൽ ചെയ്യാൻ പറ്റും. എക്സാമ്പിൾ സ്, ഫ്, വ്. ഇതൊക്കെ പ്രൊനൗൺസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് തന്നെ ഒരു ഫീൽ കിട്ടും. കാരണം എയർ എസ്കേപ്പ് ചെയ്ത് പോകുമ്പോൾ ഒരു സൗണ്ട്, ഒരു ഫ്രിക്ഷൻ്റെ സൗണ്ട് നമുക്ക് എന്ത് ചെയ്യും? കേൾക്കാൻ പറ്റും. എക്സാമ്പിൾ സ് എന്ന് പറയുന്ന സമയത്ത് ഒരു സ് എന്ന് പറയുന്ന സൗണ്ട് വരുന്നില്ലേ? അതുപോലെ തന്നെ ഫ് എന്ന് പറയുന്ന സമയത്തോ ഒരു ഫ് എന്ന് പറയുന്ന സൗണ്ട് നമ്മൾ അതിലൂടെയും ഇതിലൂടെയും എന്ത് ചെയ്യും? എയർ പുറത്തേക്ക് പാസ് ചെയ്യും. അതുകൊണ്ട് എന്ത് ചെയ്യും? അവിടെ നമുക്കൊരു സൗണ്ട് കേൾക്കാൻ പറ്റും. ദ നെക്സ്റ്റ് വൺ, ട്രിൽസ് ഓർ റോൾസ്. ട്രിൽസ് ഓർ റോൾസ് എന്ന് പറഞ്ഞാൽ എന്താ? ടിപ്പ് ഓഫ് ദി ടങ് സ്ട്രൈക്ക് സെവറൽ ടൈംസ് അഗെയിൻസ്റ്റ് ദ റൂഫ് ഓഫ് ദി മൗത്ത്, ലൈക്ക് ടെൻഷൻ.
ടെൻസ് വോവൽസ് നേരത്തെ പഠിച്ചിട്ട് നമ്മൾ. അതെ, റാപ്പിഡ് ഇൻ്റർമീഡിയറ്റ് സ്ലാബ്സ്. സോറി, സോറി. ട്രിൽ എന്ന് പറഞ്ഞ സൗണ്ട് എന്താണ്? എക്സാമ്പിൾ ഓഫ് ട്രിൽസ് ഓർ റോൾസിനുള്ള എക്സാമ്പിൾ ആണ് റ് സൗണ്ട് കേട്ടോ. സോറി, വറി എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ ആ സമയത്ത് റ് എന്ന് പറയുന്ന സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? നമ്മൾ ടിപ്പ് ഓഫ് ദി ടങ് എന്ത് ചെയ്യും? സ്ട്രൈക്ക് സെവറൽ ടൈംസ് അഗെയിൻസ്റ്റ് ദ റൂഫ് ഓഫ് ദി മൗത്ത്. നമ്മൾ റൂഫ് ഓഫ് ദി മൗത്ത് പോയിട്ട് ഒരുപാട് പ്രാവശ്യം സ്ട്രൈക്ക് ചെയ്യും. സോ ദാറ്റ്സ് എക്സാമ്പിൾ ഓഫ് trills or rolls. The next one, laterals. What are laterals? The oral passage is completely closed at the center of the oral tract. Air escapes through sides. നമ്മൾ ലാറ്ററൽസ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? എപ്പോഴും രണ്ട് ഓറൽ പാസേജ് എപ്പോഴും ക്ലോസ് ആയിരിക്കും. ബട്ട് അറ്റ് സെൻറ്റർ ഓഫ് ഓറൽ ട്രാക്ട്. നമ്മൾ ഓറൽ ട്രാക്ട് നമ്മൾ വായല്ല നമ്മൾ പൂട്ടുന്നത്, മൗത്തല്ല നമ്മൾ പൂട്ടുന്നത്. പക്ഷേ അതിന് മുന്നേ ഓറൽ ട്രാക്ട് വെച്ച് എന്ത് ചെയ്യും? കംപ്ലീറ്റ് എയർ ക്ലോസ് ചെയ്യണം. ബട്ട് എയർ എസ്കേപ്സ് ത്രൂ സൈഡ്സ്. നമ്മൾ രണ്ട് സൈഡിലൂടെ എയർ എന്ത് ചെയ്യും? എസ്കേപ്പ് ചെയ്ത് പോകും. ദാറ്റ്സ് കോൾഡ് ല്. ല് എന്ന് പറയുന്ന സമയത്ത് രണ്ടും സൈഡിൽ നമ്മൾ സംഭവം എയർ ക്ലോസ് ആണെങ്കിലും പക്ഷേ എയർ എസ്കേപ്പ് ചെയ്ത് പോകും ഇതിലൂടെ ത്രൂ സൈഡിലൂടെ. ദാറ്റ്സ് കോൾഡ് ല്, ലാറ്ററൽസ്. ദെൻ നേസൽ സൗണ്ട്. വാട്ട് ഈസ് നേസൽ സൗണ്ട്? എയർ എസ്കേപ്സ് ത്രൂ ദ നോസ്. മ്, ന്, എന്ന് പറയുന്ന സമയത്ത് മ്, ന്, ങ് പറയുന്ന സമയത്ത് മൂന്ന് സമയത്തും എയർ എന്താണ്? വായുടെ പുറത്തു പോകില്ല. ഒക്കെ സൗണ്ട് പുറത്തു പോകുന്ന മൊത്തം എന്താണ്? നമ്മുടെ നോസിലൂടെ ഉണ്ടാവും. ദെൻ ങ് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് നേസലൈസ്ഡ് സൗണ്ടാണ്, നേസൽ സൗണ്ട് അല്ല. ഫസ്റ്റ് നേസലൈസ്ഡ് സൗണ്ട് എന്താ? മൂക്കിലൂടെയും വായുടെയും പുറത്തു പോകും കേട്ടോ. നെക്സ്റ്റ് വൺ, ഫ്രിക്ഷൻലെസ് കോണ്ടിന്യൂവൻസ്, അപ്രോക്സിമൻസ് ഓർ സെമി വോവൽസ്. ഈ വ്, യ് എന്ന് പറഞ്ഞ ഈ രണ്ട് സൗണ്ട് ഉണ്ടല്ലോ, ഇത് നമ്മൾ വിളിക്കുന്ന പേരെന്ത്? ഫ്രിക്ഷൻലെസ് കോണ്ടിന്യൂവൻസ് ഓർ അപ്രോക്സിമൻസ് ഓർ സെമി വോവൽസ്. ഇതെന്തല്ല, ഇത് കോൺസണൻസ് ആണെങ്കിലും ഇറ്റ് ക്യാൻ do the actions of a vowel also. Example, these are actually consonants but they are called semi-vowels because during their production of the tongue first assumes the position of the vowel. അത് ഈ ഫസ്റ്റ് എക്സാമ്പിൾ വ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് ഏതുണ്ട്? എന്ന് പറയുന്ന സൗണ്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ ഈ എന്ന് പറയുന്ന സമയത്ത് ഫസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ട് ഏതാണ്? ഈ എന്ന് പറയുന്ന വവൽ സൗണ്ട്. ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് കോൾഡ് ആസ് സെമി വവൽസ് ഓർ ഫ്രിക്ഷൻലെസ് കോണ്ടിന്യൂവൻസ്. ഓക്കെ, ഇനി 3 ടൈം ടേബിൾ ജസ്റ്റ് നിങ്ങൾ വായിച്ച് നോക്കുക. അത് വായിച്ച് ഐഡിയ ആയിട്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സോടെ നിർത്താം. വയ്യ ഒന്നാമത്, ബാക്കി നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഫോണറ്റിക്സിലെ കുറച്ച് പോർഷൻസ് നോക്കി. ഇനി ഓൾമോസ്റ്റ് ഒരു 2-3 ക്ലാസ്സോടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫോണറ്റിക്സ് തീർക്കാൻ പറ്റും വിചാരിക്കുന്നു. മാക്സിമം 3-4 ക്ലാസ്സുണ്ട്. പിന്നെ നമുക്ക് ലിറ്ററേച്ചർ കുറച്ച് ബാക്കിയുണ്ട്, അതും എടുക്കാനുണ്ട്. ഓക്കെ, ബാക്കി നമുക്ക് നാളെ ചെയ്യാം.